എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കെമിസ്ട്രിയുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിൻ്റെ തേർഡ് പാർട്ടാണത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 17ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓർ പാർട്ടൊക്കെ ആയിട്ട് കറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്പർ അതിൽ നമുക്ക് ഇടാൻ സാധിച്ചിട്ടില്ല. കാരണം പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതുകൊണ്ട് ചില ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അതേ നമ്പർ തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്കിന് ചെറുതായിട്ട് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് പെൻഡാൻറ്റ് 2 ഓൺ ആൻഡ് പെൻഡാൻറ്റ് 3 ഓൺ ആർ എ പെയർ ഓഫ് ഐസോമേഴ്സ്. അവർ ഐസോമേഴ്സ് ആണ്. ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽ കോമ്പോസിഷനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ പെൻഡാൻറ്റ് 2 ഓണും പെൻഡാൻറ്റ് 3 ഓണും എന്താണ്, അവരുടെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്. പക്ഷേ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫോർമുല ആയിരിക്കും ഉണ്ടാവുന്നത്. നമ്മളോട് ഇവരുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദീസ് കോമ്പൗണ്ട്സ് എന്നാണ് പറഞ്ഞേക്കണേ. നമുക്ക് എഴുതി നോക്കാം. സ്ട്രക്ചറൽ ഫോർമുല എങ്ങനെയാണ് വരാം? ആദ്യം പെൻഡെന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ്, 5 എണ്ണം ഉണ്ട്. ദെൻ രണ്ടാമത്തെ കാർബൺ എന്താണ്, ഓൺ എന്ന് പറയുന്നത് ആരുടെയാണ്, അത് കീറ്റോ ഗ്രൂപ്പിൻ്റെയാണ് അല്ലേ, കീറ്റോൺസ് ആണല്ലേ. അപ്പോൾ നോക്കാം. അപ്പോൾ രണ്ടാമത്തെ കാർബൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, CO ആയിരിക്കും. സോ 1 2 3 4 5. ഓക്കെ, ഇനി കീറ്റോ ഗ്രൂപ്പ് കിടക്കുന്ന എവിടെയാണ്, രണ്ടാമത്തെ കാർബൺ. സോ ഞാൻ ഇങ്ങനെ എഴുതി, C ഡബിൾ ബോണ്ട് O എന്ന് എഴുതി. ഇനിയാണ് നമ്മൾ ഹൈഡ്രജൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. സോ CH3. ഇനി നോക്കിക്കേ, ഈ രണ്ടാമത്തെ കാർബൺ എന്താണ്, രണ്ടാമത്തെ കാർബൺ ഓൾറെഡി 2 ബോണ്ട് ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും ഒരെണ്ണം കിട്ടുന്നുണ്ട്. അപ്പോൾ 4 വാലൻസി എന്ന് പറയുന്നത് 4 സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഇവിടെ ഇയാൾക്ക് എത്ര എണ്ണം വേണം, 2 എണ്ണം വേണം. ഇവിടെയും ഇയാൾക്ക് 2 എണ്ണം വേണം. ഇവിടെ ഇയാൾക്ക് എന്താണ്, 3 എണ്ണം വേണം. സോ ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് പെൻഡ് 2 ഓണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി പെൻഡ് 3 ഓൺ ആകുമ്പോൾ എന്താണ്, CH3 CH2 C ഡബിൾ ബോണ്ടോ, മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് അല്ലേ, CH2 CH3. ഇതാണ് എന്തിൻ്റെ സ്ട്രക്ചർ, പെൻഡാൻ 3 ഓണിൻ്റെ സ്ട്രക്ചർ. മൂന്നാമത്തെ പൊസിഷനിലാണ് എന്ത് വരുന്നത്, കീറ്റോ ഗ്രൂപ്പ് പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ ടു വിച്ച് ഫാമിലി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഡു ദേ ബിലോങ്? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ്, അവർ കീറ്റോൺസ് ആണ്. ഓക്കെ, ONE എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ്, കീറ്റോൺ ആണ്. ദെൻ റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് വിച്ച് ഹാസ് ദി സെയിം മോളിക്കുലർ ഫോർമുല ഓഫ് ദീസ് കോമ്പൗണ്ട്സ് ബട്ട് ബിലോങ് ടു അനദർ ഫാമിലി. അപ്പോൾ ഇവരുടെ ഫങ്ഷണൽ ഐസോമറിസം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഈ പറയുന്ന പെൻഡ് 2 ഉണ്ട്. പെൻഡ് ഇവരുടെ മോളിക്കുലർ ഫോർമുല എങ്ങനെയാണ് വരുന്നത്, എത്ര കാർബൺ ആറ്റം ഉണ്ട്, C4 H എത്ര ഉണ്ട്, 3 3 2 5 5 2 7 7 3 10 C4H10O ആണ്. ഇത് തന്നെ സെയിം വരുന്ന മറ്റൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് എഴുതാനാണ് പറഞ്ഞേക്കണേ. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കീറ്റോണും ആൽഡിഹൈഡുമാണ് കൂടുതൽ സമയത്തും വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ആൽഡിഹൈഡ് എഴുതി നോക്കാം. എങ്ങനെയാണ് വരിക, സോ ഇവിടെ C5 ആണ് വരുന്നത്. ഞാൻ എഴുതിയാൽ ചെറിയ മിസ്റ്റേക്ക് വന്നു. C5 ആണ്. C5 H10 അല്ലേ, 3 3 2 5 5 2 7 7 3 10. ഓക്കെ, C5H10O ആണ്. സോ 5 എണ്ണം ഇട്ടു. ഇനി എന്താണ്, നമ്മൾ ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ആൽഡിഹൈഡ് ആകുമ്പോൾ എന്താണ്, CHO ഗ്രൂപ്പാണ് വരുന്നത് അല്ലേ. അപ്പോൾ CHO ഇട്ട് കൊടുത്തു. CHO ആണ് ആൽഡിഹൈഡ്സിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. CH2 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 CH3. ഓക്കെ, ഇനി എണ്ണി നോക്കിക്കേ എത്ര എണ്ണം ഉണ്ട്. ഇവിടെ 3 3 2 5 5 2 7 7 2 9 9 1 10. കാർബൺ എത്ര എണ്ണമാണ്, 1 2 3 4 5 C5H10OA. മനസ്സിലായോ? അപ്പോൾ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഇതെന്താണ്, ഇതെന്ന് പറയുന്നത്, ഇതിൻ്റെ പേരെന്തുവാ, ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പെൻഡനാൽ എന്നാണ്. ഓക്കെ, പെൻഡനാൽ എന്നാണ് ഈ എഴുതിയിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ പേര്. ക്ലിയർ ആയല്ലോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മോളിക്കുലർ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ഈസ് C4H10O. ഓക്കെ, C4H10O ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ആർ ദ ഫാമിലീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിങ് ദിസ് മോളിക്കുലർ ഫോർമുല? ഈ ഒരു മോളിക്കുലർ ഫോർമുല വരാൻ പറ്റുന്ന ഏതൊക്കെ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ഫാമിലി ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൽക്കഹോൾസിനും അതുപോലെ തന്നെ ഈതേഴ്സിനുമാണ് ഈ ഒരു ഫോർമുല വരുന്നത് കേട്ടോ. സോ ആൽക്കഹോൾസിനും അതുപോലെ തന്നെ ഈതേഴ്സുമാണ് ഈ ഒരു ഫാമിലിയിൽ പെടുന്ന ആളുകൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ പെയർ ഓഫ് ഫങ്ഷണൽ ഐസോമേഴ്സ് ഹാവിംഗ് ദിസ് മോളിക്കുലർ ഫോർമുല. ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്, അതായത് രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. അപ്പോൾ ആൽക്കഹോളും ഈതറുമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ആൽക്കഹോൾ എങ്ങനെ വരും? C4 ആണല്ലേ. C4 ആകുമ്പോൾ എന്താണ്? 4 കാർബണാറ്റാണ് വരുന്നത്. C4 1 2 3 4. പിന്നെ എന്തുണ്ട്? ആൽക്കഹോൾ ആകുമ്പോൾ ഒരു OH ഗ്രൂപ്പ് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫില്ല് ചെയ്യാം. എന്താണ്? CH2 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 CH3. ഇപ്പോൾ ഇവിടെ കെമിക്കൽ ഫോർമുല നോക്കൂ. 4 കാർബണാറ്റം ഉണ്ട്. ഹൈഡ്രജൻ്റെ എണ്ണം എത്രയുണ്ട്? 3 3 2 5 5 2 7 7 2 9 9 1 10. ഓക്കെ, C4H10O ആണ്. ഇതിൻ്റെ പേരെന്താ? ഈ പെർട്ടിക്കുലർ കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? ബ്യൂട്ട് 1 ഓൾ. ഓക്കെ, ബ്യൂട്ടാൻ 1 ഓൾ ആണ്. ഓക്കെ, ബ്യൂട്ടനോൾ എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഓക്കെ, ഇതാണ് ആൽക്കഹോൾ ഒരു ഫങ്ഷണൽ ഐസോമർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് എന്താണ്? ഈതറാണ് വേണ്ടത് അല്ലേ. ഈതറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? CH3 CH2O CH2 CH3. ഇതിൻ്റെ പേരെന്തുവാ? ഇതിന് വേണമെങ്കിൽ ഡൈ ഈതൈൽ ഈതർ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേരെന്ന് പറയുന്നത് ഈത്തോക്സി ഈതെയിൻ എന്നാണ് കേട്ടോ. ഈത്തോക്സി ഈതെയിൻ എന്നാണ് ഈ പെർട്ടിക്കുലർ കോമ്പൗണ്ടിൻ്റെ പേര്. അല്ലെങ്കിൽ ഡൈ ഈതൈൽ ഈതർ എന്നുകൂടി പറയാറുണ്ട്. ഡൈ ഈതൈൽ ഈതർ എന്ന് പറയുന്ന പേരും കൂടി ഇതിന് പറയാറുണ്ടെന്ന് ഓർത്തിരിക്കുക. UPSC നെയിം എന്ന് പറയുന്നത് ഈത്തോക്സി ഈതെയിനാണ് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും 2 കാർബണാറ്റം വീതമാണുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് പെയർ ഓഫ് പൊസിഷൻ ഐസോമേഴ്സ് ഹാവിംഗ് ദിസ് മോളിക്കുലർ ഫോർമുല. പൊസിഷൻ ഐസോമേഴ്സ് എഴുതാനാണ് പറഞ്ഞേക്കണേ. അപ്പം നമുക്ക് ഈ OHൻ്റെ പൊസിഷൻ മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു ഐസോമർ എന്ന് പറയുന്നത് ബ്യൂട്ടാൻ 1 ഓളാണ്. CH3 CH2 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 OH. ഇത് ബ്യൂട്ടാൻ 1 ഓള്. പൊസിഷൻ ഐസോമർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് വെച്ചാൽ മതി. അപ്പം നമുക്കിങ്ങനെ എഴുതാം. CH3 CH2 CHOH CHOH CH3. ഓക്കെ, ഇപ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഇതിൻ്റെ പേരെന്താ? ഇതിൻ്റെ പേര് ബ്യൂട്ടാൻ 2 ഓൾ എന്നാണ്. ഓക്കെ, ബ്യൂട്ടാൻ 2 ഓൾ എന്ന് വരും. മനസ്സിലായോ? ഇതാണൊരു പൊസിഷൻ ഐസോമറിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം കാണിച്ചാൽ മതി. പൊസിഷൻ ഐസോമറിൻ്റെ എക്സാമ്പിൾ. ക്ലിയർ ആയല്ലോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ പെയർ ഓഫ് മെറ്റാമേഴ്സ് ഹാവിംഗ് ദിസ് മോളിക്കുലർ ഫോർമുലയാണ്. അതായത് മെറ്റാമേഴ്സ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്? ഡിഫറൻ്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നതാണ് നമ്മളെന്ന് പറയുന്നത്. ഒരു സെൻട്രൽ ഹെറ്ററോആറ്റോ ആയിട്ട് എന്താണ്? ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നതാണ്. കാണിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. ആൻസർ എന്താണ് വരുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഡൈ ഈതൈൽ ഈതർ വരും. ഓക്കെ, CH3 CH2O CH2 CH3. ഇതിൻ്റെ പേര് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. എന്താണ്? ഈത്തോക്സി ഈതെയിൻ ആണ്. ഈത്തോക്സി ഈതെയിൻ. ദെൻ വേറൊരു മെറ്റാമർ എന്ന് പറയുന്നത് ആരായിട്ട് വരും? ഇപ്പം നമുക്ക് CH3O CH2 CH2 CH3. മോളിക്കുലർ ഫോർമുല ഒക്കെ സെയിം ആണ്, പക്ഷേ ഡിഫറൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഇതിൻ്റെ പേരെന്താ? ഇതിൻ്റെ UPSC നോമൻക്ലേച്ചർ എങ്ങനെയാണ്? മീത്തോക്സി മീതെയിൻ ആണ്. ഓക്കെ, മീത്തോക്സി പ്രൊപ്പെയിൻ ആണ് കേട്ടോ. മീത്തോക്സി പ്രൊപ്പെയിൻ. ഓക്കെ, മീത്തോക്സി പ്രൊപ്പെയിൻ എന്നാണ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ സെയിം മോളിക്കുലർ ഫോർമുലയുള്ള പെയർ ഓഫ് മെറ്റാമറാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കൈൽ ഗ്രൂപ്പുകൾ. ഇത് ഈതയിലാണ്, ഇത് മീതയിലാണ്, ദെൻ ഇത് പ്രൊപ്പിലാണ്. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അറൗണ്ട് എ സെൻട്രൽ ഹെറ്ററോആറ്റം, അതാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? മെറ്റാമേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. C4H6 is a molecular formula of an open chain hydrocarbon. Write the general formula of family to which this hydrocarbon belongs. ഇപ്പോൾ C4H6 എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഇത്? ഏത് ഫാമിലിയിൽ വരുന്നതാണ്? ആൽക്കൈൻസിൽ വരുന്നതാണ് അല്ലേ. ആൽക്കൈൻസിൽ വരുന്നതാണ്. ആൽക്കൈൻസിൻ്റെ ജനറൽ ഫോർമുല എന്താണ്? CnH2n-2 ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് അഡീഷണൽ ആയിട്ട് ജസ്റ്റ് ആൽക്കൈനിൻ്റെയും ആൽക്കീൻ്റെയും കൂടെ പറഞ്ഞേക്കാം. ആൽക്കൈനിൻ്റെ എങ്ങനെയാണ് വരുന്നത്? ആൽക്കൈനിൻ്റെ വരുന്നത്
CnH2n+2, അതായത് സിംഗിൾ ബോണ്ടുള്ള ആളുകളാണ് കേട്ടോ, സിംഗിൾ ബോണ്ടുള്ള ആളുകളാണ്. ദെൻ അടുത്തത് ആൽക്കീനിൻ്റെ എങ്ങനെയാണ് വരിക? നേരെ ഇരട്ടി. ഓക്കെ, ആൽക്കീനിൻ്റെ വരുന്നത് CnH2n. ഓക്കെ, ഇതൊന്ന് മനസ്സിലോർത്തിരിക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? ആൽക്കൈൻസ് ആണ്, ട്രിപ്പിൾ ബോണ്ട് വരുന്ന ആളുകളാണ് തന്നിരിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് റൈറ്റ് ദി പോസിബിൾ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് ഹൈഡ്രോകാർബൺ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ C4 ആണ്, അപ്പോൾ 4 എണ്ണം ഉണ്ട്. നമുക്കൊന്ന് എഴുതി നോക്കാം. 1 2 3 4. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഞാൻ ബോണ്ട് കൊടുക്കാമെന്ന് വിചാരിക്കുക. ട്രിപ്പിൾ ബോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഇവിടെ ഒരു CH ഇട്ട് കൊടുക്കണം. ഇവിടെ നമുക്കിനി എന്താണ്, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇവിടെ ഓൾറെഡി 4 ബോണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ എന്താണ്, 4 ബോണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അടുത്തതിൽ എന്താണ്, CH2 കൊടുക്കണം, H2 കൊടുക്കണം. ദെൻ ഇവിടെ CH3 വന്നു. നോക്കാം, 3 2 5 5 1 6. ഓക്കെ, കറക്റ്റായില്ലേ? ഹൈഡ്രജൻ്റെ എണ്ണം കറക്റ്റായി. ഇതിൻ്റെ പേരെന്തുവാ മക്കളെ? ബ്യൂട്ട് 1 അയിൻ എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ബ്യൂട്ട് 1 അയിൻ എന്നാണ് ഇയാളുടെ പേര്. പിന്നെ അടുത്തത് നോക്കാം, വേറൊരു ഐസോമർ പറയുകയാണെന്നുണ്ടെങ്കിൽ, പോസിബിളായിട്ടുള്ള അടുത്തൊരു സ്ട്രക്ചറൽ ഫോർമുല പറയുകയാണെന്നുണ്ടെങ്കിൽ CH3C ട്രിപ്പിൾ ബോണ്ട് C ദെൻ CH3 ഇത് പറയാൻ പാടില്ലേ? ഇപ്പോൾ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട്, അതുപോലെ 6 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇതിൻ്റെ പേരെന്താ? രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണല്ലേ എന്ത് കിടക്കുന്നത്? ട്രിപ്പിൾ ബോണ്ട് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? ബ്യൂട്ട് 2 അയിൻ. ഓക്കെ, ബ്യൂട്ട് 2 അയിൻ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഓക്കെ, ഇതാണ് പോസിബിൾ ആയിട്ടുള്ള സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഐസോമറിസം. ഇവിടെ എന്താണ്, ട്രിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാണിക്കുന്ന ഐസോമറിസം എന്താണ്? പൊസിഷൻ ഐസോമറിസം ആണ് കേട്ടോ. അപ്പോൾ ഇത് എക്സിബിറ്റ് ചെയ്യുന്ന ഐസോമറിസം എന്ന് പറയുന്നത് എന്താണ്? പൊസിഷൻ ഐസോമറിസമാണ് ആര് കാണിക്കുന്നത്? ഈ പറയുന്ന കോമ്പൗണ്ടുകൾ കാണിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് 4 ഹൈഡ്രജൻ ആറ്റംസ് ആർ ആഡഡ് ടു എ മോളിക്യൂൾ ഓഫ് ദിസ് കോമ്പൗണ്ട്. റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ പെയർ ഓഫ് ചെയിൻ ഐസോമേഴ്സ് ഓഫ് ദിസ് പ്രൊഡക്റ്റ്. അപ്പോൾ എന്താണ് ഇവിടെ ഓൾറെഡി എന്താണ് C4H6 ആണുള്ളത്. ഇതിലേക്ക് നമ്മളോട് 4 ഹൈഡ്രജൻ ആറ്റം കൂടെ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. 4 ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടുത്തെ ഫോർമുല എന്തായിട്ട് മാറും? C4H10 ആവും. ഇത് ആരുടെയാണ് മക്കളെ ഇക്വേഷൻ? ഈ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ആരുടെയാണ്? ഇത് ബ്യൂട്ടൈനിൻ്റെ ആണല്ലോ അല്ലേ? 4 കാർബൺ വരുന്ന സിംഗിൾ ബോണ്ടേ ഉള്ളൂ C4H10 എന്ന് പറയുന്നത്. അത് ബ്യൂട്ടൈനിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഐസോമേഴ്സ് എഴുതാനല്ലേ പറയുന്നത്? റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി പെയർ ഓഫ് ചെയിൻ ഐസോമേഴ്സ് ഓഫ് ദിസ് പ്രൊഡക്റ്റ് എന്നല്ല ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ബ്യൂട്ടൈൻ തന്നെ എഴുതാം. നോർമലായിട്ടുള്ള നമ്മുടെ ബ്യൂട്ടൈൻ CH3 CH2 CH2 CH3. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്യൂട്ടൈൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ചെയിൻ ഐസോമർ അവിടെ കൊടുക്കാൻ പറ്റുന്നത് ആരെയാണ്? CH3 CH, ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ്, നമുക്കൊരു ബ്രാഞ്ച് കൊടുക്കാം. ഓക്കെ, ഇവിടെ എന്ത് വന്നു? കറക്റ്റായിട്ട് വന്നില്ലേ? ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു? CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 ബ്രാഞ്ച് ആയിട്ടൊരു മീഥൈൽ ഗ്രൂപ്പിനെ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? ഇവിടെ എണ്ണം കൗണ്ട് ചെയ്ത് നോക്കാം. C4H10 തന്നെയാണ് വരുന്നത്. 3 3 + 1. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ പേരെങ്ങനെയാണ് വരിക? ഈ ഒരു പർട്ടിക്കുലർ സാധനത്തിൻ്റെ പേരെന്താണ്? രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ആരെ വെച്ചിട്ടുണ്ട്? മീഥൈൽ ഗ്രൂപ്പിനെ വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ പേരാണ് 2-methyl പ്രൊപ്പെയിൻ. ഓക്കെ, അപ്പോൾ 2-methyl പ്രൊപ്പെയിനും നോർമൽ ബ്യൂട്ടൈനും എന്താണ്? അവർ ഐസോമേഴ്സ് ആണ്, സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ചെയിൻ ഐസോമേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് മുമ്പോട്ടുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. പറഞ്ഞ ക്വസ്റ്റ്യൻസ് അത്രയും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ചാപ്റ്റർ നന്നായി പഠിച്ചതിന് ശേഷം വേണം ഈ ക്വസ്റ്റ്യൻസ് നോക്കാനായിട്ട്. ചാപ്റ്റർ ഒന്നും പഠിക്കാതെ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാം, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കാം, വീഡിയോസ് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.